എടി നീ രാവിലെ അവനോട് എന്താ പറഞ്ഞു കൊടുത്ത്? എന്നെ എന്റെ മോനെയും കൂടി തെറ്റിക്കാനുള്ള പരിപാടിയാ? അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലമ്മേ. PSC ക്ലാസ്സിന് പോയിക്കോട്ടെന്ന് ചോദിച്ചതാ. അവളുടെ ഒരു PSC കോച്ചിങ് എന്റെ അനുമോൾ ക്ലാസ്സിൽ പോകുന്ന കാണുമ്പോ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അല്ലേ? നിന്റെ വേലത്തിലൊക്കെ നിന്റെ കയ്യിൽ വെച്ചോ. മര്യാദയ്ക്ക് ഇവിടെ പണിയെടുത്തിരുന്നാൽ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ സ്വഭാവം എനിക്കറിയാലോ. അല്ല ഹരിക്കുട്ടാ, അമ്മ കിടക്കാൻ വേണ്ടിട്ട് 3 മാസമായി. നീ എന്തോന്ന് തിരിഞ്ഞു നോക്കാത്തെ? എന്ത് തിരക്കടാ. ദുബായിൽ തന്നെയല്ലേ, ഒരു 4 മണിക്കൂർ പോരെ? ഒരു 2 ദിവസങ്ങളും വാടാ. അമ്മ അത്ര ആഗ്രഹിച്ചിട്ടല്ലേ? അല്ല അത് പോട്ടെ, ഇതിനിടയ്ക്ക് തന്നെ നീ അവളെ അത്രയും തിരക്കിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത് എന്ത് ജോലിയടാ? അല്ല എക്സാം പോലും കഴിഞ്ഞില്ലല്ലോ. അവൾ ഇവിടെ ഇരുന്ന് അമ്മയുടെ കാര്യം നോക്കണം പറഞ്ഞാ? ശരി ശരി. അമ്മേ, ഇതുകൂടി കഴിക്കാമേ. സച്ചു, 1:30ക്കല്ലേ എക്സാം? കല്ലായി എത്തണ്ടേ? ഇവിടുന്ന് 1 മണിക്കൂർ ഓട്ടമുണ്ട്. നീ ഇറങ്ങി ഇപ്പൊ തന്നെ. അമ്മരെ ഇറങ്ങിയാന്ന് നോക്കാം. അത് സാരില്ല ഏട്ടാ. ഏട്ടൻ എന്തായാലും അമ്മനെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയില്ല. PSC ഇനിയും വിളിക്കുമല്ലോ. ഞാൻ അപ്പം എഴുതിക്കോളാം. ഏട്ടൻ പോകാൻ സമയമായില്ലേ? ഏട്ടൻ റെഡി ആയിക്കോ. രണ്ട് മരുമക്കന്മാരുണ്ടായിട്ട് നിന്നെ ഒഴിവാക്കിയിട്ട് ഞാൻ അവളെ ഒരുപാട് സ്നേഹിച്ചത്. എന്റെ മോളിനെ എത്രമാത്രം ദ്രോഹിച്ച് അതിനുള്ള ഫലമാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. എന്നിട്ട് എന്റെ മോള് എന്റെ പൊന്നു പോലെ ഇപ്പൊ നോക്കുന്നു. നിനക്ക് ഞാൻ എങ്ങനെ മോളെ നിന്നോട് നന്ദി പറയുന്നു? അമ്മ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ എന്റെ സ്വന്തം അമ്മനെ പോലെയാ കണ്ടിരിക്കുന്നത്. പിന്നെ അമ്മമാർക്ക് എന്തെങ്കിലും വന്നാ മക്കളല്ലേ നോക്കുക. അമ്മ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ കഞ്ഞി എടുത്തിട്ട് വരാം.